Hey guys, welcome back to our channel. So welcome back to another movie review guys. Kandara chapter 1 മൂവി അങ്ങനെ കണ്ടിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ ഗൈസ്. മൂവി ഡയറക്റ്റ് ചെയ്തേക്കുന്നതും റൈറ്റ് ചെയ്തേക്കുന്നതും ദ വൺ ആൻഡ് ഓൺലി ഋഷഭ് ഷെട്ടി. പടത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ എജ്ജാതി പടം. ഫസ്റ്റ് കണ്ടവർക്ക് അറിയാം ആ മൂവി എന്താണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സംഭവ ബഹുലമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. അതിൻ്റെ ഡബിൾ ട്രിപ്പിൾ ഇരട്ടിയാണ് ഈ പടത്തിനകത്ത് ഒരുക്കി വെച്ചേക്കുന്നത്. കുറെ അധികം നല്ല ക്ലീശ കോമഡി ക്ലീശ ലാഗ് അടങ്ങിയ ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മോനെ പടം കയ്യിൽ നിന്ന് പോയെന്ന്. പക്ഷേ അതിൻ്റെ എല്ലാം കൂടെ ഫോളോ ചെയ്യുന്ന രീതിക്ക് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന സെക്കൻഡ് ഹാഫ്. ഓ മോനെ ഒക്കെ ഒരു രക്ഷയില്ല. ഇന്റർവെല്ലും നൈസാണ്. ഓവറോൾ പടം ഒരു രക്ഷയില്ല മോനെ. അതായത് എന്താ പറയാ, ഇതിപ്പം മറ്റേ കാന്താരയുടെ പ്രീക്വലാണ് കാണിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു മൂന്നാം ഭാഗം കൂടെ വരുന്നുണ്ട്. ഋഷഭ് ഷെട്ടി ഒരു രക്ഷയില്ല, കിടുക്കനായിട്ടാണ് പുള്ളി എല്ലാം ചെയ്തേക്കുന്നത്. സ്റ്റണ്ടിങ്ങും പുള്ളിയുടെ ആക്ടിങ്ങും ഒക്കെ പൊളി. മറ്റേനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം. രുക്മിണി പുള്ളിക്കാരത്തെയും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ, ഞാൻ നോർമലി നമ്മുടെ മലയാളപ്പടം ഒഴികെ ബാക്കി ഏത് പടങ്ങളിലും ജയറാമേട്ടനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം പുള്ളിക്കാരനെ സൈഡാക്കുക, പുള്ളിക്കാരനെ കോമാളിയാക്കുക, പുള്ളിക്കാരൻ ഒരു എന്താ പറയുക, പുള്ളിക്കാരൻ ചെയ്യത്തക്ക രീതിക്ക് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ പടത്തിനകത്തും അങ്ങനത്തെ ഒരു റോൾ ആയിരിക്കുമെന്നാണ് ഞാൻ തുടക്കത്തിലൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല കിടുക്ക സാധനമാണ് കൊടുത്തിരുന്നത്. അതും പുള്ളി അത്യാവശ്യം നല്ല വെടുപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പേ കണ്ട കാന്തരയ്ക്കകത്തുണ്ടെങ്കിൽ ഇവർ ഈ ഓരോരുത്തരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, ഓരോ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ പെട്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആകുമായിരുന്നു. പക്ഷേ ഈ ചാപ്റ്റർ 1 വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിലൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, ആ ഒരു ഇവർ ആ ബിൽഡ് ചെയ്ത് വന്ന സാധനങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല. പക്ഷെ അതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു കൊണ്ടുവരുന്നുണ്ട്. എന്താ പറയുക, സ്പിരിച്വലും ആക്ഷനും പിന്നെ എല്ലാം കൂടെ റിലീജിയൻ പരമായിട്ടുള്ളതും എല്ലാം കൂടെ കംപ്ലീറ്റ് എല്ലാം കൂടെ ഇങ്ങനെ അടക്കി ഒതുക്കി എല്ലാം കൂടെ നൈസായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വർക്കാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വർക്കാവും. ബട്ട് ഓവറോൾ മൂവി എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്കും നമ്മുടെ പയ്യന്മാർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാവരും. ഒരു സൂപ്പർ ഹ്യൂമൻ പവർ അതിലായിട്ട് നിൽക്കുന്ന ഋഷഭ് ഷെട്ടി ക്യാരക്ടറാണ് നമ്മൾ കാന്താര ഫസ്റ്റ് നമ്മൾ കണ്ടത്. ചാപ്റ്റർ 1 വരുമ്പോൾ അതിൻ്റെ ഡബിൾ ട്രിപ്പിൾ ഇരട്ടിയായിട്ടുള്ള ഒരു സൂപ്പർ ഹ്യൂമൻ പവറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഋഷഭ് ഷെട്ടി നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതിൻ്റെ മലയാളം ഡബ്ബാണ് ഞാൻ കണ്ടത്. ഡബ്ബും എല്ലാം നല്ല അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ബോറടിക്കത്തില്ല. ഫസ്റ്റിൻ്റെ ബഡ്ജറ്റിനെക്കാട്ടിലും ഇരട്ടി മടങ്ങ് ബഡ്ജറ്റിലാണ് ഈ പടം വന്നത്. ബട്ട് അതിനുള്ളതുണ്ടേ, അതിനുള്ളതെല്ലാം അവർ ഈ പടത്തിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണ്ട പടമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ക്ലൈമാക്സ് കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ കുറച്ചധികം ആക്ഷൻ സീക്വൻസും കാര്യങ്ങളല്ലാതെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് തന്നെ കിട്ടത്തുള്ളൂ. ഞാൻ ഈ അതിനകത്ത് ഇവർ ഈ എന്താ പറയുക, ഈ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കാണിക്കുന്നതാണെങ്കിലും ഇതിനകത്ത് ആ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതൊക്കെ ആണെങ്കിൽ പോലും നമുക്കിത് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മറ്റേ ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ അടിച്ചു തരും. അതായത് നമുക്ക് നോർമലി നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ എഴുന്നള്ളത്ത് പറകളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു അഡ്രിനൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന സാധനം നമുക്ക് അത് കിട്ടുന്നുണ്ട്. അത് കണക്റ്റ് ആകുന്ന രീതിക്കാണ് ഇവരെല്ലാം മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സോ യെസ് ഗൈസ്, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. കാന്താര ചാപ്റ്റർ 1 കുറിച്ച് എല്ലാവരും പോയി കാണും. കിടുക്കം പടമാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഇത് വർക്ക് ആവണമെന്നില്ല. ബട്ട് വർക്ക് ആവുന്നവർക്കാണെങ്കിൽ കിടുക്കനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഫൈറ്റും കാര്യങ്ങളൊക്കെ നൈസാണ്. എല്ലാവരും പോയി കാണുക. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.